കാലം തെറ്റിയ മഴ പെയ്തിറങ്ങിയത് ബീരാൻകുട്ടി എന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്കുമേൽ. ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച നെൽക്കൊയ്തെടുത്ത് പാടശേഖരത്തിലിടുന്നതിനിടയിൽ തിമിർത്ത് പെയ്ത മഴയിലാണ് നെൽക്കറ്റകൾ വെള്ളത്തിലെ ചളിയിൽ പൂണ്ടത്. ഇതിലൊരു ഭാഗം പുറത്തെടുത്ത് കഴുകി ഉണക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്നലെ വീണ്ടും മഴ ചതിച്ചു. കറ്റകൾ പൂർണ്ണമായും നശിച്ചു. 6 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്തും സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്തുമാണ് നെൽകൃഷി നടത്തിയത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം താൽക്കാലിക ഷെഡ് കെട്ടി അതിൽ കാവൽ കിടന്ന് ബീരാൻകുട്ടി സംരക്ഷിച്ചു കൊണ്ടുവന്ന നെല്ലാണ് കാലം തെറ്റി പെയ്ത മഴയിൽ നശിച്ചത്. 2.5 ലക്ഷം രൂപയുടെ നെല്ലും 1 ലക്ഷം രൂപയുടെ വൈക്കോലും കിട്ടേണ്ടതായിരുന്നു. 1 രൂപയുടെ വൈക്കോൽ പോലും ലഭിക്കില്ല. മഴയത്തു നിന്നും ശേഖരിക്കുവാൻ കഴിഞ്ഞ നെല്ല് ഉണക്കി എടുത്ത് വിറ്റാൽ പരമാവധി കിട്ടുക 50,000 രൂപ മാത്രമായിരിക്കുമെന്നും ബീരാൻകുട്ടി പറയുന്നു. ഞാനൊരു കർഷകനാണ്. എൻ്റെ നെൽകൃഷി മൊത്തം നശിച്ചു പോയി. ഞാൻ ഇപ്പം വണ്ടി വെട്ടിക്കാണ്ട് 6 ഏക്കർ പാട്ടക്കൃഷിയും 2 ഏക്കർ സ്വന്തമായിട്ട് നെൽകൃഷി ഉണ്ടാക്കേണ്ട ആളാണ് ഞാൻ. അതിൽ മൊത്തം കഴിഞ്ഞ ബുധനാഴ്ച വെട്ടി മൊത്തം നെല്ല് വണ്ടി കയറി പോണതിൻ്റെ മുന്നേ മഴ പെയ്തിട്ട് മൊത്തം നെല്ല് വെള്ളത്തിൽ പോയിന്നല്ല. ഞാൻ അവിടുന്ന് മുഖപ്പാട് ആറ്റി കുറേച്ചൊക്കെ വാരി കൊടുന്നിട്ട് ഒരു 3-4 ലക്ഷം ഉറുപ്പിന് ചിലവ് വന്ന സാധനം കിട്ടിയാൽ വല്ലതും ഒരു 10-50,000 ഉറുപ്പിൻ്റെ മോളിൽ കിട്ടിയാൽ കിട്ടി. അതെൻ്റെ അപ്പോൾ വൈക്കോല് മൊത്തമായിട്ട് നശിച്ചു പോയി. 100 ഒരു 10-500 കിട്ടും വൈക്കോല് മൊത്തം. എൻ്റെ കന്നാളപ്പഴം നിങ്ങൾക്ക് പിന്നാമ്പത്ത് കാണാൻ എൻ്റെ കന്നാൾ നിൽക്കണേ ഞായിട്ടൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഞാൻ വൈക്കോല് വിലക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അവസ്ഥ വളരെ മോശം. പിന്നെ വേറൊരു പണി നമുക്ക് അറിയില്ല. ആകെ നമുക്ക് അറിയുന്ന ഒരു പണി മാത്രമാണ് നെൽകൃഷി. ഞാൻ 12 വയസ്സിൽ തുടങ്ങിയ ഏർപ്പാടാണ്. ഇപ്പോൾ 16-17 വയസ്സായി. ഇന്നും അത് നിലനിർത്തി കൊണ്ടുവരിക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. ആ ബാങ്കിലാണെങ്കിൽ ആ ഗ്രാമീണങ്ങളിൽ ഞാൻ 3-4 ലക്ഷം ഉറുപ്പിക ലോൺ വാങ്ങിക്കാനായി പണി മുഴുവൻ ചെയ്യും. പാട്ടം മറ്റും മറിച്ചും. എൻ്റെ അവസ്ഥ വളരെ മോശം. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ കഴിയും. അതല്ലെങ്കിൽ നമ്മളെ വക കട്ടപ്പോകയാണ്. വേറൊരു മാർഗ്ഗം എന്നെ സംബന്ധിച്ചില്ല. ആകെ പുറത്തം മുട്ടൊരു അവസ്ഥയിലപ്പം ഞാൻ. അകമ്പാടം ഗ്രാമീണ ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ വായ്പ എടുത്താണ് നെൽകൃഷി നടത്തിയത്. നെൽകൃഷിയോടുള്ള സ്നേഹമാണ് 67-കാരനായ ബീരാൻകുട്ടിക്ക്. 12ാമത്തെ വയസ്സിൽ നെൽകൃഷി തുടങ്ങിയ കർഷകനാണ് ഇദ്ദേഹം. തന്റെ അധ്വാനത്തിന്റെ ഫലം മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് ബീരാൻകുട്ടിയുടെ വാക്കുകളിൽ ഉള്ളത്. നെൽകൃഷിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കൊയ്തെടുത്ത നെല്ലിന് ഇൻഷുറൻസ് ലഭിക്കില്ല. നെൽകൃഷിക്ക് അതിന്റെ വളർച്ചയുടെ കാലത്ത് നാശം സംഭവിച്ചാലാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. മഴയിൽ നശിച്ച തന്റെ നെല്ലിന് നഷ്ടപരിഹാരം നൽകുവാൻ കൃഷി വകുപ്പും സർക്കാരും ഇടപെടണം എന്നാണ് ഈ കർഷകന്റെ ആവശ്യം. കൃഷിക്കായി എടുത്ത വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യത്തിന് മുൻപിൽ ബീരാൻകുട്ടിക്ക് മറുപടിയില്ല. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.